ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് യൂണിറ്റിലോട്ട് പോകാം. അതാണ് ഡാറ്റ കളക്ഷൻ, ഡാറ്റ ആൻഡ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആണ്. നമ്മൾ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ എന്താ പറയാ, ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷൻസ്, ചെറിയ ചെറിയ കാര്യങ്ങളോ, അതിനാണ് നമ്മൾ ഡാറ്റ എന്ന് പറയാം. ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യത്തിലോട്ട് മാറ്റുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയാ, ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ എന്താണ്, അവരെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അഡ്വർടൈസിങ് ക്യാമ്പയിനുകൾ എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിടണം. ഇതിനൊക്കെ ഒരു പ്രോസസ്സ് ചെയ്തൊരു മീനിങ് ഫുൾ ആക്കി മാറ്റുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുക കേട്ടോ. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞത്, റോ ഫാക്ട്സ് ആയിരിക്കും വിച്ച് ഹാവ് നോ മീനിങ്. ഡാറ്റയ്ക്ക് റോ മീനിങ് ഉണ്ടാവില്ല അല്ലെ. പിന്നെ ഈ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സും. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനി നിന്നുകൊണ്ട് തന്നെ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ചെയ്യാം. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ് കളക്ട് ചെയ്യാം, പുറത്തുനിന്നുള്ളതിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. അതൊക്കെയാണ് ഇന്റേണൽ സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സും. ഇതിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഡെറിവൈവ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഡാറ്റ മേ ബി പ്രൊഡ്യൂസ്ഡ് ആസ് ആൻ ഓട്ടോമാറ്റിക് ബൈ പ്രൊഡക്റ്റ് ഓഫ് സം റൊട്ടൈൻ ബട്ട് എസെൻഷ്യൽ ഓപ്പറേഷൻ സച്ച് ആസ് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻവോയ്സ്. അതായത് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ റൊട്ടൈനിൽ നിന്ന് എന്ത് ചെയ്യും, ഡെറിവൈവ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഡാറ്റ എന്താന്നുള്ളത് നമ്മൾ നോക്കാം കേട്ടോ. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോർഡ് ആൻഡ് പ്രോസസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ. നമ്മൾ സ്റ്റോർ ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഡാറ്റ. ഈ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റുകളായിരിക്കാം, നമ്പറുകളായിരിക്കാം, ഓഡിയോ ആയിരിക്കാം, നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം, മ്യൂസിക്, പിക്ചേഴ്സ്, മോണോഗ്രാംസ്, കളേഴ്സ്, വീഡിയോ സീക്വൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണ്, നമുക്ക് ഡാറ്റയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഡാറ്റയാണെന്ന് പറയാം. അതിലെ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ഉണ്ട്, ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ഡാറ്റ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഡാറ്റാസിനാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. ഏജ്, എത്ര ആൾക്കാരുണ്ട്, നമ്പർ ഓഫ് റെസ്പോണ്ടൻസ്, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഐറ്റംസിനാണ്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. എന്നാൽ അവരുടെ ബുദ്ധി, സൗന്ദര്യം, ഒരു മാനേജറുടെ കഴിവ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ സാധിക്കില്ല. അതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ഡാറ്റാസ് എന്ന് പറയുന്നത്. നമുക്ക് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഓർ കൗണ്ടഡ് ഇൻ ഫോം ഓഫ് നമ്പർ. നമ്പറിന്റെ അടിസ്ഥാനം നമുക്കത് മെഷർ ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ സാധിക്കില്ല. അതാണ് നമുക്ക് ഏതെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ഡാറ്റാസ് എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഡാറ്റ കൺസിസ്റ്റ് ഓഫ് ഓഡിയോ, ഇമേജ്, സിമ്പൽ, ടെക്സ്റ്റ്. എങ്ങനെ ആയിരിക്കാം, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അതിനാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞത്. ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യത്തിനെ ഒരു ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ എഗ്രി, ഡിസെഗ്രി, ന്യൂട്രൽ, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളൊക്കെ എന്ത് ചെയ്യണം, സ്കെയിലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യും. നമുക്ക് ഇനി ഫൈനൽ ഇയേഴ്സിൽ പ്രൊജക്റ്റ് ഒക്കെ വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനെയർ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്ന കാര്യമാണ് എഗ്രി, സ്ട്രോങ്ലി എഗ്രി, എഗ്രി, ഡിസെഗ്രി, ന്യൂട്രൽ, സ്ട്രോങ്ലി ഡിസെഗ്രി, ഡിസെഗ്രി എന്നുള്ളതൊക്കെ കൊടുക്കും. അതൊക്കെ നമുക്ക് സ്കെയിലുകൾക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനത്തെ ആ സ്കെയിലുകൾ എന്താ, ക്വാളിറ്റേറ്റീവ് സ്കെയിലുകൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നാണ് പറയാം. പ്രധാനമായിട്ട് ഇതിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് നോമിനൽ ഡാറ്റയാണ്, മറ്റൊന്ന് ഓർഡിനൽ ഡാറ്റ. എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, നോമിനൽ ഡാറ്റയും ഓർഡിനൽ ഡാറ്റയും. നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോമിനൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is used to label variable without any order or qualitative value. എന്താണ്, ഒരു ഓർഡറോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മളുടെ തന്നിട്ടുള്ള വേരിയബിൾസിനെ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, നോമിനൽ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ ഹെയറിന്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോമിനൽ ഡാറ്റ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ആസ് വൺ കളർ cannot be compared with another. ഇതെന്ത് ചെയ്യാം, ഈ ഒരു കളർ നമുക്ക് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. നോമിനൽ എന്ന് പറയുന്നത് നോമൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡെറിവൈവ് ചെയ്ത് വന്നത്, വിച്ച് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നെയിം എന്നുള്ളതാണ്. ഓക്കെ,
അപ്പൊ നെയിം ഡാറ്റ എന്ന് നമുക്ക് നോമിനൽ ഡാറ്റ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ നോമിനൽ ഡാറ്റ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ന്യൂമറിക്കൽ ടാസ്കുകളോ കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ഓർഡറിങ്ങും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒന്നും സാധിക്കില്ല. കാരണം ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ഓർഡറിങ്ങോ കാര്യങ്ങളോ എന്തിനുണ്ടാവില്ല, നോമിനൽ ഡാറ്റയ്ക്ക് ഉണ്ടാവില്ല. അതാണ് നോമിനൽ ഡാറ്റാസ് എന്ന് പറയുന്നത്. നോമിനൽ ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ബ്ലഡിന്റെ ഹെയർ കൊടുത്തിട്ട് അതിന്റെ ബ്ലോണ്ട്, റെഡ്, ബ്രൗൺ, ബ്ലാക്ക് അങ്ങനത്തെ കളറ്, അതുപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിൾ, വിഡോഡ്, മാരീഡ്, നാഷണാലിറ്റി ഇന്ത്യൻ, ജർമ്മൻ, അമേരിക്കൻ, ജെൻഡർ മെയിൽ, ഫീമെയിൽ, അതേഴ്സ്, ഐ കളർ, ബ്ലാക്ക്, ബ്രൗൺ, എക്സെട്രാസ് ഇങ്ങനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ നോമിനൽ ഡാറ്റാസ് എന്ന് പറയാം. ഇനി ഓർഡിനൽ ഡാറ്റ എന്ന് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, നമ്പേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ റാങ്കിങ് കൊടുക്കല്ലോ, അതുപോലെ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ കൃത്യമായ ഓർഡർ അവരെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഓർഡിനൽ ഡാറ്റ എന്ന് പറയാം. ഇപ്പോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെഷർ, ഇപ്പൊ നമ്മളൊക്കെ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു യമഹയുടെ വണ്ടി എടുത്തു. അപ്പോൾ യമഹയുടെ ആ വണ്ടിയിൽ എടുത്ത സമയത്ത് എന്തായിരിക്കും, എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ഫോം കിട്ടി. അപ്പോൾ അതിലിങ്ങനെയായിരുന്നു, 100% സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ 10 മാർക്ക് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 9, 8, പൂർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം 1, 0 അങ്ങനെ മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞ റേറ്റിംഗ് തന്നെ. ഇവിടെയൊക്കെ എന്താണ്, ഒരു വാല്യൂ നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ സാധിക്കും. ഒരു കറക്റ്റ് ആയിട്ട് ഓർഡർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഓർഡിനൽ ഡാറ്റ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് നമ്മൾ അത്രയും പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഓർഡിനൽ ഡാറ്റയും നോമിനൽ ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നോക്കണം. ഇത് 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് നോമിനൽ ഡാറ്റയും നോമിനൽ ഡാറ്റയും ഓർഡിനൽ ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, നോമിനൽ ഡാറ്റയും ഓർഡിനൽ ഡാറ്റയും പറഞ്ഞത് ക്ലിയർ ആണോ? ഡിഫറൻസ് ഞാൻ പറയണോ അതോ നിങ്ങൾ നോക്കി വെക്കോ? പറയൂ സിനാനെ, പറയൂ. നിങ്ങൾ ഡിഫറൻസ് നിങ്ങൾ നോക്കി വെക്കോ അതോ ഞാൻ പറഞ്ഞു തരണോ? പെട്ടെന്നാവട്ടെ. അഖില, റീമ, ധന്യ വേണം. ഓക്കെ, നോമിനൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കൃത്യമായിട്ടുള്ള ഓർഡറിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല, അത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ, ഇത്രയാണ് നമുക്ക് കൗണ്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സീക്വൻഷ്യൽ ഉണ്ടായിരിക്കും, പൊസിഷൻ സ്കെയിൽ വെച്ച് നമുക്ക് അതിനെ അളക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതാണ് ഫസ്റ്റത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത് എന്താ പറഞ്ഞത്, നോമിനൽ ഡാറ്റ ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഓർ എ കാറ്റഗോറിക്കൽ ഡാറ്റ. നോമിനൽ ഡാറ്റ എന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ഡാറ്റ പറയാം. പക്ഷേ ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയുമാണ്, ഒപ്പം എന്താണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇൻ ബിറ്റ്വീൻ രണ്ടിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ടൈപ്പാണ് ആരെന്ന് പറഞ്ഞത്, ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ. അതാണ് അടുത്ത ഡിഫറൻസ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞത് നോമിനൽ ഡാറ്റ ഡോണ്ട് പ്രൊവൈഡ് എനി ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ നെയ്തർ വി ക്യാൻ പെർഫോം എനി അർത്തമെറ്റിക്കൽ ഓപ്പറേഷൻ. ഒരു തരത്തിലുള്ള എന്താ ന്യൂമറിക്കൽ വാല്യൂ എവിടുന്ന് കിട്ടുന്നില്ല, നോമിനൽ ഡാറ്റയിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അർത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റില്ല, പ്ലസോ മൈനസോ കുറയ്ക്കലോ കൂട്ടലോ ഒരു കാര്യം നമുക്ക് എവിടെ ചെയ്യാൻ പറ്റില്ല, നോമിനൽ ഡാറ്റേന്റെ അടുത്ത് ചെയ്യാൻ പറ്റില്ല. അവനോട് ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, തിരിഞ്ഞു നിൽക്കും, റിജക്ട് അടിക്കും. എന്നാൽ ഓർഡിനൽ ഡാറ്റേന്റെ അടുത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അവിടെ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫോളോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓരോ വാല്യൂക്ക് ഒരു നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അർത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും കാര്യങ്ങളും അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ്. നാലാമത്തെ ഡിഫറൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്, നാലാമത്തെ ഡിഫറൻസ്, നോമിനൽ ഡാറ്റ കനോട്ട് ബി യൂസ്ഡ് ടു കമ്പയർ വിത്ത് വൺ ആൻഡ്. ഒരു ഡാറ്റ മറ്റൊരു ഡാറ്റയോട് കമ്പയർ ചെയ്യാൻ എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, നോമിനൽ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഓർഡിനൽ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ റാങ്കിങ്ങോ കൊടുക്കുന്നതുകൊണ്ട് ഒരു റാങ്ക് മറ്റൊരു റാങ്കിനോട് കമ്പയർ ചെയ്യാൻ സാധിക്കൂലേ. അതാണ് അടുത്ത ഡിഫറൻസ്. ഇനി അതിന്റെ എക്സാമ്പിൾസിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഐ കളറ്, ഹൗസിംഗ് സ്റ്റൈല്, ജെൻഡർ, ഹെയർ കളറ്, റിലീജിയൻ, മെരിറ്റൽ സ്റ്റാറ്റസ്, എതൻസിറ്റി എന്നതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് നോമിനൽ ഡാറ്റ. എന്ന ഓർഡിനൽ ഡാറ്റയ്ക്ക് പറയിച്ച നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എഡ്യൂക്കേഷണൽ ലെവല്, ലെറ്റർ ഗ്രേഡ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ഓർഡിനൽ ഡാറ്റയ്ക്ക് എക്സാമ്പിൾസ് ആണ്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റ. നിങ്ങൾക്ക് ക്ലിയർ ആയോ? നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത് നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമ്മൾ പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് നോക്കാല്ലേ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ചാണ്. ഏതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ശേഷം നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ചാണ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ, ന്യൂമറിക്കൽ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് എന്ന് പറയുന്നത്. എന്താണ്? ന്യൂമറിക്കൽ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. ഇത് കൗണ്ട് ചെയ്യാൻ സാധിക്കും, നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വാല്യൂസും കാര്യങ്ങളും ഏതൊരു അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് എന്ന് പറയുന്നത്. ഇതിനെ ന്യൂമറിക്കൽ ഡാറ്റ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇത് എത്ര മാത്രം ഉണ്ട്, എത്രയുണ്ട്, എത്ര എണ്ണം എന്നുള്ളതിനും ഒക്കെ എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫോണിന്റെ പ്രൈസ് എത്രയാണ്, ഒരു കമ്പ്യൂട്ടറിന്റെ റാം എത്രയാണ്, ഒരാളുടെ വെയിറ്റ് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, ഇങ്ങനെ ഏത് കാര്യം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ സാധിക്കും, ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ആ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ 3 തരത്തിലുണ്ടാവും. ഡിസ്ക്രീറ്റ് ഡാറ്റ ഉണ്ടാവും. ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ഓർ സെപ്പറേറ്റ് ആയിരിക്കും. അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, ഒരു വോൾ നമ്പറിലോട്ട് വരും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രീറ്റ് ഡാറ്റ. എത്ര പേരുണ്ട് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് ഡാറ്റ ആയിരിക്കും. ഡിസ്ക്രീറ്റ് ഡാറ്റ ഉണ്ടായിരിക്കും, കണ്ടിന്യൂസ് ഡാറ്റ. അതായത് നമുക്ക് ഡാറ്റാസ് നോക്കുന്ന സമയത്ത് ഗ്രൂപ്പ്ഡ് ഡാറ്റയും അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഉണ്ടായിരിക്കും. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും ഗ്രൂപ്പില്ല, അത് ഇങ്ങനെ നമ്മൾ ചിഹ്നിച്ചെതിരി കിടക്കായിരിക്കും. അതാണ് അൺഗ്രൂപ്പ് ഡാറ്റ. ഗ്രൂപ്പ് ചെയ്തതിൽ തന്നെ 2 തരത്തിലുണ്ടായിരിക്കും. എന്താണ് ഗ്രൂപ്പ് ഈ ഇത്ര ഓർത്ത് വെച്ചാൽ ഇത് നമുക്ക് ഈ ഒരു തിയറി പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. അൺഗ്രൂപ്പ്ഡ് ഈ ഒരു തിയറി പറഞ്ഞ പ്രോബ്ലത്തിനുണ്ട്. അതായത് ഗ്രൂപ്പ്ഡ് ഡാറ്റയും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും 2 തരത്തിലുണ്ട്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ആൾക്കാരുടെ മാർക്ക് എഴുതാണ്. 5, 10, 15, 20, 25, 30, 35 ഇങ്ങനെ മാർക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിനെ ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് 5 മാർക്ക് കിട്ടിയ 6 പേര്, 10 മാർക്ക് കിട്ടിയ 12 പേര്, 15 മാർക്ക് കിട്ടിയ 3 പേര്. ഇവിടെ നമുക്ക് എക്സും അതിന്റെ ഫ്രീക്വൻസിയും തരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയും. ഇനി ക്ലാസ്സുകൾ വെച്ച് 5 മുതൽ 10 മാർക്ക് കിട്ടിയവര് 18 പേര്, 10 മുതൽ 15 മാർക്ക് കിട്ടിയവര് 3 പേര്. ഇങ്ങനെ ഡാറ്റയെ മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് സീരീസ് എന്നും പറയും കേട്ടോ. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ 2 ആക്കി തന്നിരിക്കും, ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും. അതിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ നോമിനൽ എന്നും ഓർഡിനൽ എന്നും പറയും. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആണെങ്കിൽ അവിടെ ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുക. ഇനി നമുക്ക് അതിൽ പറയാനുള്ളത് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. എന്താണ് ഡാറ്റ കളക്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the process of collecting and evaluating information or data from multiple sources to find an answer of a research problem. ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക, അതിന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഡാറ്റ കളക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യാം, മെത്തേഡ്സും കാര്യങ്ങളും നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൻലി നമുക്ക് 2 തരത്തിലുള്ള ഡാറ്റാസ് അവൈലബിൾ ആണ്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ, എന്താണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ പറയൂ എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ? പറയുമ്പോഴേക്കും ഞാൻ ക്ലാസ് വെള്ളം കുടിക്കട്ടെ, അപ്പോഴേക്കും പറയൂ എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന അല്ലെ, അതിനാണ് നമ്മൾ പ്രൈമറി ഡാറ്റ. ഈ ഡാറ്റാസ് എന്ത് ചെയ്യില്ല, നമുക്ക് വേറെ എവിടെയും ലഭ്യമാവില്ല. നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്ന യെസ് ധന്യ സുരേന്ദ്രൻ പറഞ്ഞ പോലെ കളക്ഷൻ ഓഫ് ഒറിജിനൽ ഡാറ്റ, അതല്ല കളക്ഷൻ ഓഫ് ഒറിജിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ പ്രൈമറി മെത്തേഡ്സ് എന്ന് പറയണം. അതായത് റീമ പറയണം എന്ന്, അതായത് പറയാം. അതായത് കളക്ഷൻ ഓഫ് ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണെന്ന് പറയാം. അതായത് നമ്മൾ ഒറിജിനൽ ഡാറ്റയാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ. ഓൾറെഡി നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ടും
പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡാറ്റ കളക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്, പ്രൈമറി ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇന്റർവ്യൂ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ റെസ്പോൺസിന്റെ അല്ലെങ്കിൽ നമ്മളുടെ സാമ്പിളിന്റെ അടുത്ത് പോയി ചോദിക്കലായിരിക്കാം, അല്ലെങ്കിൽ മെയിൽ യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടെക്നിക്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി നമുക്ക് 5 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സർവേ ആൻഡ് ക്വസ്റ്റിനെയർ ആണ്. ആകെ നമുക്ക് കുറച്ച് തിയറീസ് ആണ് വരാൻ പോകുന്നത്. ആ തിയറീസ് മാക്സിമം ഞാൻ പറയുന്നുണ്ട്, നിങ്ങളത് കവർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഏതാണ് പറഞ്ഞത്, സർവേ ആൻഡ് ക്വസ്റ്റിനെയർ ആണ്. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് അവർക്ക് എന്ത് അവരുടെ ഒരു ക്വസ്റ്റിനെയർ ഒക്കെ ഫില്ല് ചെയ്ത് വാങ്ങുകയാണ്, അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സർവേ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്തായിരിക്കും, ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടത്തുക, ഒരു ടെലികോൺ കോൾസ് നടത്തുക, അല്ലെങ്കിൽ മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഒരു സൂം ഓൺലൈൻ ആയിട്ടുള്ള ഇപ്പോൾ യൂട്യൂബ് ആയിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖേന നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് സർവേ അല്ലെങ്കിൽ ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. രണ്ടാമത് ഇന്റർവ്യൂ ആണ്. നമ്മൾ ഒരാളെ പോയി ഡയറക്റ്റ് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, അയാളുടെ കയ്യിൽ നിന്ന് ഡാറ്റാസ് നമ്മൾ അയാൾ പറയുന്നതനുസരിച്ച് എഴുതി വാങ്ങുകയാണ്. അത് പറയുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ ഒബ്സർവേഷൻ ആണ്. നമുക്കറിയാം ലേണിംഗ് തിയറീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ഇനി പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ലേണിംഗ് തിയറീസ് ഒക്കെ എന്താ, നമ്മൾ ഒബ്സർവേഷൻസും എക്സ്പീരിമെന്റ്സിലൂടെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒബ്സർവേഷൻസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒബ്സർവേഷൻസും കാര്യങ്ങളും നമുക്ക്, അതായത് റിസർച്ചർ എന്ത് ചെയ്യാണ്, അയാൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഓരോ ബിഹേവിയറും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ആക്ഷൻസ് നോക്കി അവരുടെ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് എക്സ്പീരിമെന്റ് ആണ്. പരീക്ഷണങ്ങൾ നടത്തിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒക്കെ വെച്ചിട്ട് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പീരിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്യണം, ഒരു തിയറി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏതായിരിക്കും നമ്മൾ പറയാം, നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് പറയാനല്ലേ BF സ്കിന്നറുടെ തിയറീസ് ഉണ്ട്. അപ്പൊ ആ തിയറീസ് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, നമ്മൾ അവിടെ ഒരുപാട് എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ട്, ഹോതേൺ സ്റ്റഡീസ് അവിടെ എക്സ്പീരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. ആ എക്സ്പീരിമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിസിഷനിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിനെയാണ് നമ്മള് എക്സ്പീരിമെന്റ്സ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഫോക്കസ് ഗ്രൂപ്പ് ആണ് ലാസ്റ്റ് പറയാനുള്ള. അതും എന്താണ്, ഇത്തരത്തിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്സ് ആണ് എന്തെന്ന് പറയുക, ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒപ്പീനിയൻസും പെർസെപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ സർവേ ആൻഡ് ക്വസ്റ്റിനെയർ, രണ്ടാമത്തെ ഇന്റർവ്യൂസ്, മൂന്നാമത് പറയുന്നത് ഒബ്സർവേഷൻ, നാലാമത്തെ എക്സ്പീരിമെന്റ്സ്, അഞ്ചാമത്തെ പറയുന്നത് ഏതാ, ഫോക്കസ് ഗ്രൂപ്പ്. ഇങ്ങനെ 5 ടെക്നിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 5 ടെക്നിക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക, പഠിക്കണം. ഓക്കെ ആണോ, ക്ലിയർ ആണോ? 5 ടെക്നിക്സ് നിങ്ങൾ പഠിക്കില്ലേ? ഇനി സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഹാൻഡ് ഡാറ്റാസ് ആണ്. സെക്കൻഡറി ഡാറ്റാസ് എന്ന് പറയുന്നത് ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും. ഇത് നമുക്ക് ഓൺലൈനിൽ പബ്ലിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ്ഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭ്യമാവും. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാര്യങ്ങൾ കിട്ടും. എന്താണ്, ഓൺലൈൻ ആയിട്ടുള്ള ഡാറ്റാബേസിൽ നിന്നും കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ പബ്ലിഷ്ഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ഇത് ലഭിക്കും. ഗവൺമെന്റിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. ഗവൺമെന്റിന്റെ ഒക്കെ എന്താ, ചില കമ്പനികളൊക്കെ പ്രോസ്പെക്ടസും, ഗവൺമെന്റ് കമ്പനീസ് ആണെങ്കിലും അവർക്ക് പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇതിലുള്ള ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങൾ കിട്ടും. പിന്നെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. ആ ഡാറ്റാസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഇത്തരത്തിലുള്ള ഡാറ്റാസ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഒരുപാട് നമുക്കറിയാം ഈ ശോധ ഗംഗോത്രി, ഇതൊക്കെ ഗവൺമെന്റ് വെബ്സൈറ്റാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്തുണ്ടാവും, പാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
നമുക്ക് എന്ത് ചെയ്യാം, പാസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഈ ഒരു ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാം. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡറി സോഴ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി ആയിരിക്കാം, ആ ഡാറ്റയുടെ ഇൻകൺസിസ്റ്റൻസി, ആ ഡാറ്റയിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് കാര്യം. നമ്മളിപ്പോ ഒരാളെ പോയി ഇന്റർവ്യൂ നടത്തുകയാണ്, ആ ഇന്റർവ്യൂവിൽ അയാൾ എല്ലാ കാര്യങ്ങളും സത്യമാണ് പറയണമെന്നുണ്ടാവില്ല. അപ്പൊ ആ കാര്യങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഏത് മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഫൈൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവിടെ ഉണ്ട്. ഡാറ്റ കളക്ഷൻ നമുക്ക് ഫേസ് ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഐഡിയാസിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ആൻസറുകളാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അതിന്റെ കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. കാരണം നമ്മളുടെ ഒരു എന്താ പറയാ, ജസ്റ്റ് ഒരു തിങ്കിങ് ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെയും കൂടെ ഒക്കെ സാധിക്കും ആ രീതിയിൽ. ഇപ്പൊ ബുദ്ധിമുട്ട്, നിങ്ങൾ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പോണ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ നിങ്ങൾ അത് ആ ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോൾ ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണെന്ന് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ പ്രോസസ്. നമുക്കറിയാം, ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് 4 ആളോട് പോയി ചോദിച്ച് ഡാറ്റ വാങ്ങി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ അവസാനം ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുന്നവരെയുള്ള A to Z പ്രോസസ് ആണ് ഡാറ്റ കളക്ഷന്റെ ഭാഗത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഇതേ സ്റ്റെപ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നില്ല, നമുക്ക് ചെയ്യണം എന്നില്ല. സോഷ്യൽ ഫോർമേഷൻ, വേൾഡ് ഹിസ്റ്ററി, നമുക്ക് എന്തായാലും ഇപ്പോൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ഇതിന് എൻഡ് ചെയ്തിട്ട് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ അഡ്മിനിലോട് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നോട്ട്സ് കാര്യങ്ങളും വോയിസ് നോട്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വാലിഹിനെ സഹായിക്കാം. സ്വാലിഹെ നമുക്ക് എക്സാം ആണ്, നമുക്ക് ഓക്കെ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, സ്വാലിഹ് എന്ത് ചെയ്യാം, അഡ്മിനിൽ മെസ്സേജ് അയക്കാം. ഞാൻ എന്തായാലും ഈ ഒരു ലൈവ് എൻഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, സ്വാലിഹിനെ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസും അതിന്റെ കുറെ നോട്ട്സ് ആയിട്ട്, അതിന്റെ കുറെ വോയിസ് നോട്ട് ആയിട്ട് ക്ലിയർ ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, സ്വാലിഹിനും നമ്മളുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിനുമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റി അഡ്മിന് എന്തായാലും ഇവിടെ നമ്മുടെ ലൈവിനോടൊപ്പം ഉണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് എന്തായിരിക്കും അത് എത്രയും പെട്ടെന്ന് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് റെഡി ആക്കാം കേട്ടോ. അപ്പൊ സ്വാലിഹ എക്സാം ആണ്, ടെൻഷൻ അടിക്കണം. നമുക്ക് എന്തായാലും ഈ ഒരു ലൈവ് ഒന്ന് എൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മാക്സിമം എൻഷുർ ചെയ്യാം. ഓക്കെ, അപ്പോ ഡാറ്റ കളക്ഷന്റെ പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായത്. അതിൽ ഫസ്റ്റത്തെ പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എന്ത് ഡാറ്റയാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതാണ് ഡിസൈഡ് വാട്ട് ഡാറ്റ ഡു യു വാണ്ട് ടു ഗാദർ എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പോ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്സിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്, എന്താണ്, നാളെ എക്സാമിന് പോകുന്ന സമയത്ത് അവിടെ ആ കാര്യങ്ങളായിരിക്കും എഴുതേണ്ടി വരിക. ആ ഒരു അവസ്ഥയിലോട്ട് പോകരുത്. നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ കേട്ട് പഠിക്കുക. ആ ഒരു മെന്റാലിറ്റി, നമ്മൾ ഫോക്കസ് ആണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഓക്കെ, നമുക്ക് ആര് സ്പൂണിൽ കോരി തന്നുകൊണ്ട് പറഞ്ഞു തരില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നേടിയെടുക്കണം പലതും. ഇന്ന് ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ അത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ഡാറ്റയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതാണ് ഇതെന്ന് പറയുന്നത് ഡിസൈഡ് വാട്ട് ഡാറ്റ യു വാണ്ട് ടു ഗാദർ എന്നുള്ളത് തീരുമാനിക്കുക. അത് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ഡെഡ് ലൈൻ ഫോർ ഡാറ്റ കളക്ഷൻ. കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻ വെക്കണം ഡാറ്റ കളക്ഷൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡാറ്റ ഒരു വർഷം മൊത്തം കളക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള ഒരു ഡെഡ് ലൈൻ വെക്കും. ഇത് കളക്ഷന് വേണ്ടിയിട്ടില്ല കേട്ടോ, ഡാറ്റ മൊത്തം ഡാറ്റ അനാലിസിന്റെ അല്ല, ഡാറ്റ ജസ്റ്റ് കളക്ട് ചെയ്യുന്നതിന്റെ മാത്രം സ്റ്റെപ്സ് ആണ് പറയുന്നത്. നമുക്ക് അത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ, എക്സാമിന് വരാൻ ചോദിക്കുക അല്ലെങ്കിൽ സിലബസ് പ്രകാരമുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ ആ ഡെഡ് ലൈന് കാര്യങ്ങൾ വെക്കുക. ഞാൻ ഇന്ന ദിവസത്തിനുള്ളിലായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു ഡെഡ് ലൈൻ വെക്കുക. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താണ്, ഏത് അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ആ ഡാറ്റ കളക്ഷൻ അപ്രോച്ച് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത എന്തെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ്. എന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് ഗാദർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഗാദർ ചെയ്യുക. നമ്മൾ ഏത് മെത്തേഡ്സ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ്, ഇപ്പോൾ ഇന്റർവ്യൂ ആണ് പറഞ്ഞെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്ര ആൾക്കാരെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. അതാണെന്ന് പറഞ്ഞാൽ ഗാദർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സാമിങ് ദ ഇൻഫർമേഷൻ ആൻഡ് അപ്ലൈ യുവർ ഫൈൻഡിങ്സ്. നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസും കാര്യങ്ങളും എടുത്തു, അതിന് നമ്മൾ അനലൈസ് കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇവിടെ അനലൈസിന് എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് സ്റ്റെപ്സുകൾ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം,
എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളാക്കി എഴുതാം. അതിനുശേഷം നമ്മൾ എന്താണ് ഫൈൻഡിങ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ലോങ് പ്രോസസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ഷനിൽ വരുന്നത്. ഇത് കൃത്യമായിട്ട് നോക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് തിയററ്റിക്കൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇത്രയധികം തിയറീസ് നമുക്ക് എന്ത് ചെയ്യാനില്ല, ബാക്കി ബ്ലോക്കുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇത്രയും നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, തിയറീസ് ആയിട്ട് മെയിൻലി പറയാനുള്ളൂ. ഇനി ഫോർത്ത് ബ്ലോക്കും ഉണ്ട്, ഫിഫ്ത്ത് ബ്ലോക്കും ഉണ്ട്. അതായത് ടൈം സീരീസ് അനാലിസും ഇൻഡെക്സ് നമ്പേഴ്സും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അതിൽ രണ്ടിലെ ഫസ്റ്റ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി നടത്തേണ്ട ആ ഒരു ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു ബൂസ്റ്റിംഗ് അപ്പ് ആണ് ഇവിടെ ശരിക്കും നടത്തുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ റീകോൾ ചെയ്യണം. അല്ല ഞാൻ നിങ്ങൾ എന്ത് ചെയ്യല്ല, പുതുതായിട്ടുള്ള ഒരു കാര്യം പഠിപ്പിച്ച് തരികയല്ല ശരിക്കും ചെയ്യുന്നത്. ഞാൻ അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഓർമ്മപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സാമിന്റെ തലേന്ന് ഈ ഒരു ലൈവ് വെച്ചിട്ടുള്ളത്. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഇതിന്റെ എല്ലാ പോർഷൻ നമുക്ക് അതായതാണ്. അപ്പൊ നമ്മൾ ശരിക്കും റീകോളിങ്ങിലാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു റീകോളിംഗ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുക.